ഇതിൽ ഈ ഓയിലർ മെത്തേഡും രഞ്ജിക്കുട്ട മെത്തേഡും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതെന്തായാലും ഷുവറായിട്ട് 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ വിട്ട് കളയരുത് കേട്ടോ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓയിലർ മെത്തേഡ്. ഓയിലർ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് given the initial value problem y dash equal to f of xy, y of x naught equal to y naught, the approximate values the approximate values y1 y2 etc of the solution y of x at x is equal to x naught plus h, x2 is equal to x1 plus x h etc are given by yn plus 1 equal to yn plus h into f of x and yn. n varies from 0 1 2 3 etc. നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, അതായത് ഒരു വൈ ഡാഷ് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കാറില്ലേ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട്. അത് ഐട്രേഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിലർ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ ഓർത്തിരിക്കണം. അതായത് x1 എന്ന് പറയുന്നത് x നോട്ട് പ്ലസ് എച്ച് ആണ്, x2 എന്ന് പറയുന്നത് x1 പ്ലസ് എച്ച് ആണ് എക്സെട്ര. അതേപോലെ yn പ്ലസ് 1 എന്ന് പറയുന്നത് yn പ്ലസ് എച്ചിൻ്റെ എഫ് ഓഫ് എക്സ് ആൻഡ് yn ആണെന്നും കൂടി ഓർത്തിരിക്കുക. അത് ഓർത്തിരുന്നിട്ടാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കി. Solve numerically the initial value problem y dash minus y equal to e raised to x cos x. അപ്പോൾ ഏത് പ്രോബ്ലം തന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ y dash ഈക്വൽ ടു ആക്കി ആ ക്വസ്റ്റ്യനെ മാറ്റണം. ഇതിനെന്താക്കണം, y dash ഈക്വൽ ടു e raised to x into cos x plus y ആക്കി മാറ്റണം. അപ്പോൾ ഇവിടുത്തെ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് y dash ഈക്വൽ ടു എഴുതുമ്പോൾ എന്താണോ ആ റൈറ്റ് സൈഡ് വരുന്നത് അതാണ് എഫ് ഓഫ് എക്സ് വൈ. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് വൈ എന്താ വരിക, e raised to x into cos x plus y വരും. ഇനി ഇവിടെ എക്സ് നോട്ട് എന്താ വരിക, y ഓഫ് 0 ഈക്വൽ ടു 0 ആണ് ഇനീഷ്യൽ കണ്ടീഷൻ. അപ്പോൾ എക്സ് നോട്ട് 0 വരും, y നോട്ട് എന്ത് വരും, എഗെയിൻ 0 വരും. നമ്മുടെ കയ്യിലുള്ള ഈ ഓയിലേഴ്സ് ഇക്വേഷൻ എന്ന് പറയുന്നത് yn പ്ലസ് 1 ഈക്വൽ ടു yn പ്ലസ് എച്ച് ഇൻറ്റു എഫ് ഓഫ് എക്സ് ആൻഡ് yn ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു അപ്പോൾ എന്താ വരിക, yn പ്ലസ് എച്ച് ഇൻറ്റു എഫ് ഓഫ് എക്സ് ആൻഡ് yn എന്ത് കൊടുക്കാം, e raised to xn ഇൻറ്റു കോസ് ഓഫ് xn പ്ലസ് yn. അതായത് എക്സിൻ്റെ സ്ഥാനത്ത് xn കൊടുത്തു എന്ന് മാത്രം. നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന ആ സ്റ്റെപ്പ് എഴുതിയിട്ടില്ലെങ്കിലും വലിയ വിഷയമൊന്നുമില്ല. നിങ്ങൾക്ക് അറിയാമല്ലോ yn പ്ലസ് 1 ഈക്വൽ ടു yn പ്ലസ് എച്ച് ഇൻറ്റു എഫ് ഓഫ് എക്സ് ആൻഡ് yn എഴുതിയിട്ട് അവിടെ നിർത്തുക. എന്നിട്ട് n ഈക്വൽ ടു 1 കൊടുക്കുക. n 1 കൊടുത്താൽ n1 കൊടുക്കുക. n1 കൊടുത്ത x1 എന്താ വരിക, എക്സ് നോട്ട് പ്ലസ് എച്ച് ആണ് x1. അപ്പോൾ എക്സ് നോട്ട് ഇവിടെ എന്താ 0 ആണ്. 0 പ്ലസ് എച്ച് എന്ന് പറയുന്നത് 0.1 എടുക്കാം. സോറി, ഇവിടെ എച്ച് തന്നിട്ടുണ്ട് കേട്ടോ, 0.2 ആണ്. അപ്പോൾ x1 എന്ന് പറയുന്നത് 0 പ്ലസ് 0.2 എന്തായിട്ട് മാറും, 0.2 ആയിട്ട് മാറും. അപ്പോൾ y1 എന്ന് പറയുന്നത് y നോട്ട് പ്ലസ് എച്ച് ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് y നോട്ട്. അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0.2 എന്ന് കിട്ടുന്നുണ്ട്. അതേപോലെ n ഈക്വൽ ടു 2 കൊടുക്കുക. അപ്പോൾ x2ൻ്റെ വാല്യൂ എന്ത് കിട്ടുന്നുണ്ട്, 0.4 കിട്ടുന്നുണ്ട്. y2 എന്ന് പറയുന്നത് 0.4094112 കിട്ടുന്നുണ്ട്. n ഈക്വൽ ടു 3 അങ്ങനെ ചെയ്യുമ്പോൾ y3 എന്ന് പറയുന്നത് 0.850105 കിട്ടും. അങ്ങനെ ഒരു 5 ഐട്രേഷനൊക്കെ ചെയ്താൽ മതി, അപ്പോഴേക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് കിട്ടും. n ഈക്വൽ ടു 5 ചെയ്യുമ്പോൾ ഓക്കെ. ഇവിടെ അപ്രോക്സിമേഷൻ നിങ്ങൾ നോക്കേണ്ട എങ്ങനെയെന്ന് വെച്ചാൽ, ഇവിടെ ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ 0 to 1 തന്നിട്ടുണ്ട്. അപ്പോൾ 0.2 വീതമാണ് കൂടിയിട്ട് വരുന്നത്. 0ൻ്റെ കൂടെ 0.2 കൂടിയ ഒരു n, പിന്നെ 2 3 4 5 ആകുമ്പോഴേക്ക് നിങ്ങൾ എവിടെ എത്തുന്നുണ്ട്, 1 എത്തുന്നുണ്ട്. അപ്പോൾ n ഈക്വൽ ടു 5 ചെയ്യുമ്പോൾ x5 എന്ന് പറയുന്നത് 1 എത്തുന്നുണ്ട്. അപ്പോൾ അവിടെ ഐട്രേഷൻ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ y5 എന്ന് പറയുന്നത് y4 പ്ലസ് എച്ച് ഇൻറ്റു എഫ് ഓഫ് x4 y4 വരും. അപ്പോൾ എൻ്റെ ആൻസർ 1.895 വരും. അപ്പോൾ അതാണ് ശരിക്ക് ഇതിൻ്റെ, അതായത് ഈ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം നിങ്ങൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്താൽ കിട്ടുന്ന ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ 1.8951884 ആയിരിക്കും അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ n ഈക്വൽ ടു 5 നിങ്ങൾക്ക് ഇതിൽ ആൻസർ കിട്ടുന്നുണ്ട് y5ൻ്റെ വാല്യൂ. അങ്ങനെയാണ് ഓയിലേഴ്സ് മെത്തേഡ് ചെയ്യുക. ഇക്വേഷൻ എഴുതുക, എച്ച് എടുക്കുക, ഓരോ x1 x2 എക്സെട്ര കണ്ടുപിടിക്കുക, ദെൻ y1 y2 എക്സെട്ര കണ്ടുപിടിക്കുക. എവിടെയാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് വാല്യൂസ് എടുത്ത് എഴുതുക. ഈ ഓയിലേഴ്സ് മെത്തേഡ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് പഠിക്കുന്നത് രഞ്ജിക്കുട്ട മെത്തേഡാണ്. രഞ്ജിക്കുട്ട മെത്തേഡിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സെക്കൻഡ് ഓർഡർ രഞ്ജിക്കുട്ടി നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, ഫോർത്ത് ഓർഡർ രഞ്ജിക്കുട്ടി നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ സെക്കൻഡ് ഓർഡറിൻ്റെ ഇക്വേഷൻ, അതായത് ഇതും ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ഓയിലർ പോലെ തന്നെ y ഡാഷ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഫോമിൽ y ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു y നോട്ട് വരുന്ന ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് രഞ്ജിക്കുട്ട മെത്തേഡും യൂസ് ചെയ്യുക. ഫോർത്ത് ഓർഡറും അതിന് തന്നെ യൂസ് ചെയ്യുക, അതേപോലെ സെക്കൻഡ് ഓർഡറും അതിന് തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങളോട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും സെക്കൻഡ് ഓർഡർ ആണോ ഫോർത്ത് ഓർഡർ ആണോ എന്നൊക്കെ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. സോൾവ് ന്യൂമറിക്കലി ദ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം y ഡാഷ് ഈക്വൽ ടു ഹാഫ് y പ്ലസ് 5 ഇൻറ്റു e റേസ് ടു x ബൈ 2 കോസ് 5x y ഓഫ് 0 ഈക്വൽ ടു 0 യൂസിങ് രഞ്ജിക്കുട്ട ഫോർത്ത് ഓർഡർ മെത്തേഡ്. അപ്പോൾ h ഈക്വൽ ടു 0.2 0 to 1 ആണ് എക്സ് വേരി ചെയ്യുന്നത്. 0 to 5 എന്ന് പറഞ്ഞാൽ n ഏതുവരെ പോകേണ്ടി വരും, 0.2 വീതല്ലേ. അപ്പോൾ
0.0ക്ക് ഒന്ന് വരും, 0.2, 0.4 അങ്ങനെ 0.8 കഴിഞ്ഞാൽ 1 വരുന്ന വരെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൽ നോക്കിയേ, f(x(y) എന്ന് പറയുന്നത് എന്താ, ഹാഫ് y + 5 × e⁻x/2 cos 5x. h 0.2 ആണ്, x0 ഉം y0 0 ആണ്. ഫസ്റ്റ് ചെയ്യേണ്ടത് ഫോർത്ത് ഓർഡർ അല്ലേ, n = 1. n 1 കൊടുക്കുമ്പോൾ k1 എന്ന് പറയുന്നത് എന്ത് വരും, h × f(x0) ഒരു മിനിറ്റ്, ഓക്കെ, k1 × ഒരു മിനിറ്റ്, n = 1 കൊടുത്തിട്ട് ഫസ്റ്റ് നിങ്ങൾ ഈ k4 വരെ കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ n = 2 കൊടുത്തിട്ട് അടുത്ത് കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ n 1 കൊടുക്കുമ്പോൾ ഫസ്റ്റ് x1 അപ്പോൾ k1 എന്ന് പറയുന്നത് h × f(x0, y0), അതായത് h എന്ന് പറയുന്നത് 0.2 × f(0, 0) വരും, അത് 1 കിട്ടും. ഇനി k2 എന്ന് പറയുന്നത് h × f ഈ x0ൻ്റെ കൂടെ h/2 ആഡ് ചെയ്യുക, അപ്പുറത്ത് y0 എന്ന് പറയുന്നത് k1/2 ആഡ് ചെയ്യുക. അപ്പോൾ 0.9725577 എന്ന് പറയും. നെക്സ്റ്റ് k3 കാണാം, k4 കാണാം. ആക്ച്വലി ഇത് എൻ്റെ വാല്യൂസ് ഇത് n = 0 ആയിരിക്കും കേട്ടോ, എന്തോ ചേഞ്ച് പറ്റിയില്ല. അപ്പോൾ k4 എന്ന് പറയുന്നത് 0.694247 വരും. ഇനി അതേപോലെ n-1 ആണെന്ന് തോന്നുന്നു, ഇത് n അല്ല കേട്ടോ, n-1 ആണ്. ഇക്വേഷൻ എഴുതിയിൽ മാറിയതായിരിക്കാം. അപ്പോൾ n = 1 ചെയ്യുമ്പോൾ നിങ്ങളിവിടെ f(x0, y0) ആണ് എടുക്കേണ്ടത്. n = 2 ചെയ്യുമ്പോൾ f(x1, y1) ചെയ്തിട്ട് വരണം. അപ്പോൾ n = 2 ഇവിടെ. ഇനി n = 2 ചെയ്യുമ്പോൾ k1 കിട്ടുന്നത് 0.690156 കിട്ടും, k2ൻ്റെ വാല്യൂ കിട്ടുന്നുണ്ട്, k3യുടെ വാല്യൂ കിട്ടുന്നുണ്ട്, k4ൻ്റെ വാല്യൂ കിട്ടുന്നുണ്ട്. അവിടെ x2 എന്ന് പറയുന്നത് 0.2ൻ്റെ കൂടെ എഗെയിൻ ഒരു 0.2 ആഡ് ചെയ്യുക, അപ്പോൾ 0.4. അപ്പോൾ y2 എന്ന് പറയുന്നത് y0 + 1/6 × ഈ 4 ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കണ്ടോട്ടെ, yn + 1 = yn + 1/6 × k1 + 2k2 + 2k3 + k4 ആണല്ലോ. അപ്പോൾ n-ന് നിങ്ങൾ ഇവിടെ 1 ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ n = 1 ഇവിടെ തെറ്റിയതാണ്. ഫസ്റ്റ് n = 0 ഉം സെക്കൻഡ് n = 1 ആണ്. അപ്പോൾ n = 1 കൊടുക്കുമ്പോൾ y2 = y0 പ്ലസ് അല്ലല്ലോ, y1 പ്ലസ് അല്ലേ വരേണ്ടത്. ഓക്കെ, ഇവിടെ എറർ ഉണ്ട് കേട്ടോ. y1 + 1/6 × y1 തന്നെയല്ലേ ഇക്വേഷനിൽ, ഓക്കെ y1 ആണ്, പ്ലസ് 1/6 × k1 + 2k2 + 2k3 + k4 1.111023 എന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെ 0ക്ക് ആകുമ്പോൾ രണ്ടും 0, 0.2 ആകുമ്പോൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ 0.930 എക്സെട്ര. അപ്പോൾ അതിന് ഓക്കെ 0.4 ആകുമ്പോൾ 1 കിട്ടുന്നുണ്ട്. അങ്ങനെ 1 എത്തുമ്പോൾ ഇവിടെ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് -1.581559 ആണ് കേട്ടോ. അതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെയാണ് സെക്കൻഡ് ഓർഡർ എൻഷുകൂട്ടാ മെത്തേഡും. അതായത് ഇക്വേഷൻസ് തന്നെ ഫസ്റ്റ് k1 കണ്ടുപിടിക്കുക, k2 എക്സെട്ര, പിന്നെ yn + 1. f(x(y) എന്ന് പറയുന്നത് y² - x² + 1, x0 0, y0 0.5 ആണ് തന്നിട്ടുണ്ട്, h എന്ന് പറയുന്നത് 0.2 ആണ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് k1 കാൽക്കുലേറ്റ് ചെയ്യാം. k1 എന്ന് പറയുന്നത് h × f(x0, y0), അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0.3 വരുന്നുണ്ട്. k2 കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ y1 എന്ന് പറയുന്നത് k1 ഉം k2 ഉം കിട്ടിയ എന്ത് കിട്ടും, y1 കിട്ടും. അതേപോലെ നെക്സ്റ്റ് ഫോർ n = 1 ചെയ്യാം. ഇപ്പോൾ n = 0 ആണ് ചെയ്തത്, ഇനി n = 1 ചെയ്യാം, y2ൻ്റെ വാല്യൂ കിട്ടും. n = 2 ചെയ്യാം, അപ്പോൾ y3യുടെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്ത് വരിക. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 0ൽ 0.5, 0.2x ആവുമ്പോൾ 0.826, 0.4 ആവുമ്പോൾ 1.2069, 0.6 ആവുമ്പോൾ 1.6372, അങ്ങനെ 1 വരെ ചെയ്തിട്ട് 0.6 വരെ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതുവരെ ചെയ്താൽ മതി. എന്നിട്ട് അതൊന്ന് ടേബിളാക്കി എഴുതിയാൽ മതി കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇത് നോക്കണം.